ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന മാഞ്ഞാളി ബിരിയാണിയാണ് കേട്ടോ. ഈ ഒരു ബിരിയാണി നമ്മുടെ എറണാകുളം ജില്ലയിലെ മാഞ്ഞാലി എന്ന സ്ഥലത്തുള്ള ഫേമസ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അതുകൊണ്ടാണ് അവരുടെ സ്ഥലപ്പേരിൽ തന്നെ ബിരിയാണി ഇറങ്ങിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാനും പറ്റും. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഇതെന്താ നെയ്ച്ചോറും കറിയാണ് സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട്. നമ്മൾ ഈ ഒരു ബിരിയാണി ദം ചെയ്തിട്ടല്ല ചെയ്യുന്നത്, എന്നാലും ദം ചെയ്ത അതേ ടേസ്റ്റിൽ, അതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ലേ, അതിലോളെന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് മാഞ്ഞാളി ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാൻ 1 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് പാനിലാണോ മസാല റെഡിയാക്കുന്നത് ആ ഒരു സെയിം പാനിൽ തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുക. വെള്ളം നന്നായിട്ട് തന്നെ കളയണേ. ചിക്കൻ്റെ സൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പം ഇല്ല, എന്നാലും ഒട്ടും നല്ല ചെറുതുമല്ല, ഒരു മീഡിയം പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അടുത്ത ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അത് പുളി ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ചേർത്തിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തിക്കിട്ടണം. അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്തും മസാല ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 1-2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 1/4 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പം എത്രത്തോളം വെക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും, നന്നായിട്ട് മസാല പിടിച്ച് കിട്ടും. അഥവാ നിങ്ങൾക്ക് സമയം ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഏതാണ്ട് 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ നന്നായിട്ട് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ചിക്കൻ ഒരുപാട് വെന്തുടയുന്ന രീതിയിൽ എടുക്കരുത്, ഒരു 1/4 വേവിലും കുറച്ചധികമായിട്ട് മാത്രം വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒരു 1/4 ഭാഗത്തിൽ അധികമായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് സ്റ്റോക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്, ചിക്കൻ്റെ വെള്ളം ഇറങ്ങിയിട്ടും വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചിക്കൻ ഒരുപാട് വേവിച്ച് ഉടച്ചെടുക്കേണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്കിതിന് ഫ്രൈ ചെയ്യാനും കൂടി ഉള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ഇപ്പം തന്നെ വെന്ത് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യുന്ന സമയത്തും കൂടി എല്ലാം ആകെപ്പാടെ ഉടഞ്ഞ് ഫ്ലോപ്പ് ആവും കേട്ടോ. അടുത്തത് നമുക്ക് ഇതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള സ്റ്റോക്ക് മുഴുവനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ കാണുന്നുണ്ടാവും, ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒട്ടും വേസ്റ്റ് ആക്കരുത്. ഈ ഒരു സ്റ്റോക്ക് നമുക്കിതിന് ആവശ്യമുണ്ട് ബിരിയാണി വെക്കുന്ന സമയത്ത്. ഞാൻ പറഞ്ഞു തരാം എപ്പോഴാണെന്ന്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇതുപോലെ സ്റ്റോക്ക് എടുത്ത് മാറ്റുന്നത്. അഥവാ നിങ്ങൾക്ക് കൈയൊക്കെ പൊള്ളുന്നൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റോക്ക് മാറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഒട്ടും വേസ്റ്റ് ആക്കാതെ എടുത്ത് വെക്കുക. ഇതാ നമ്മുടെ മുഴുവൻ സ്റ്റോക്കും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അടച്ച് വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിലാണ്. ഓയിലിൻ്റെ അളവ് ശരിക്കും നിങ്ങളെ ഇഷ്ടമാണ്. ഒരുപാട് ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക, കുറച്ചാണെങ്കിൽ കുറച്ച് ഒഴിച്ചിട്ട് ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഓയിലിലേക്ക് ചിക്കനെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് അടച്ച് വെക്കണ്ട കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ തന്നെ അടുപ്പ് തുറന്നിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി കൊടുക്കാം. ചിക്കൻ കോരിയതിന് ശേഷം ഈ ഒരു സെയിം എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എണ്ണ ഞാൻ കോരി മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ആകെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടല്ലേ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നന്നായിട്ട് ഇതുപോലെ കറിവേപ്പില ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇങ്ങനെ എന്തായാലും കറിവേപ്പില ചെയ്യണം, നല്ല ഫ്ലേവറും ടേസ്റ്റും ആയിരിക്കും മസാലയ്ക്ക് ഉണ്ടാവുക. അടുത്തത് നമുക്കിതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിന് നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കനിലൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒരുപാട് വേണ്ട കേട്ടോ, നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഉടഞ്ഞു വരണം കേട്ടോ, വഴന്നിട്ട് എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മസാലയ്ക്ക്. അപ്പോൾ ഇതാ നമ്മുടെ സവാള നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയ്ക്ക് ഈ ഒരു വെള്ളം വരുന്ന രീതിയിൽ തന്നെ ആവണം, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അടുത്ത ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3 കൂടി ഒന്നിച്ച് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പച്ചമുളക് ഒരുപാട് ചേർക്കണ്ട, കാരണം നമ്മൾ ഇതിൽ അത്യാവശ്യം പൊടിമുളക് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 2 എണ്ണമൊക്കെ മതി കേട്ടോ, നോക്കിയിട്ട് നിങ്ങൾ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഓവർ പേസ്റ്റ് ആക്കിയിട്ടും ചേർക്കാതിരിക്കുക, ചതച്ചിട്ടാകുമ്പോൾ ഒന്നുകൂടി മസാലയ്ക്ക് ടേസ്റ്റ് കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 3-4 മിനിറ്റ് മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ആദ്യം തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നിങ്ങളുടെ അളവിന് തന്നെ ചേർത്ത് കൊടുക്കണേ. ഞാനിത് 1 ടേബിൾ സ്പൂണാന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടേത് സെയിം മുളക് പൊടി തന്നെ ആവണമെന്നില്ല, എരിവിൽ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ നോക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം, പ്രത്യേകം പറയാം. അടുത്ത ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പൊതുവേ തലശ്ശേരി ബിരിയാണി ഒന്നും വെക്കുമ്പോൾ മല്ലിപ്പൊടി ഒട്ടും ചേർക്കില്ല കേട്ടോ. പക്ഷേ ഈ മലയാളി ബിരിയാണി ഗ്രേവി ടൈപ്പായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മല്ലിപ്പൊടി നിർബന്ധമായിട്ട് ഇതിൽ ചേർക്കണേ. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെ ഇതുപോലെ ഇളക്കി വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ട് തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് സോഫ്റ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതാ ഇപ്പം നമ്മുടെ തക്കാളി കണ്ടില്ല, നല്ലപോലെ സോഫ്റ്റായി വെന്തുടഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മലയാളി ബിരിയാണി റെഡിയാക്കുമ്പോൾ ഈ ഒരു ഗ്രേവി റെഡിയാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഇതുപോലെ തന്നെ സോഫ്റ്റായിട്ട് തന്നെ വയലാണ് കേട്ടോ. അതാ ഒരു മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ വെള്ളം ഉണ്ടല്ലോ, ആ ഒരു സ്റ്റോക്ക് വാട്ടർ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഒഴിക്കുന്നില്ല, ഞാൻ ഇതിൽ നിന്ന് 1/2 കപ്പ് വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ബിരിയാണി റൈസ് റെഡിയാക്കുമ്പോൾ ആവശ്യമുണ്ട്. അപ്പോൾ ആ 1/2 കപ്പ് മാറ്റി വെച്ചതിന് ശേഷം ഉള്ള ബാക്കിയുള്ള മുഴുവൻ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു സെയിം പാത്രത്തിൽ തന്നെ ഒരു 1/2 കപ്പും കൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. സാധാരണ നോർമൽ വെള്ളമാണ്. അഥവാ ചില ചിക്കനിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ കുറേ സ്റ്റോക്ക് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 1/2 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കുക, എന്നിട്ട് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടുള്ള നീരും കൂടി ഒഴിച്ചു കൊടുക്കുക. അത് പുളി നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഗ്രേവി അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനിലേക്ക് നന്നായിട്ട് ഈ ഗ്രേവിയിലേക്ക് മിക്സായി കിട്ടണം. ഇനി നമുക്ക് ഈ ഒരു ഗ്രേവി ചെറുതായിട്ടൊന്ന് ദം ചെയ്യുന്ന പോലെ ചെയ്യണം, കാരണം നമ്മൾ ബിരിയാണിയിലിട്ട് ഇത് ദം ചെയ്യില്ല. അതിനായിട്ട് ഞാനിവിടെ ഒരു കൈപ്പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നു. മല്ലിയില അധികം തന്നെ ചേർക്കണം കേട്ടോ, മഞ്ഞൾ ബിരിയാണിക്ക് മല്ലിയില നിർബന്ധമാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് പുതിനയില, ഇത്രക്ക് മാത്രം മതി കേട്ടോ, ഒരു 3-4 ഇല മാത്രം മതി, നിർബന്ധമില്ല കേട്ടോ. ചിലവർ ചേർക്കും മലയാളി ബിരിയാണിയിൽ പുതിനയില, ചിലവർ ചേർക്കില്ല. ഞാനിപ്പോൾ കുറച്ച് ചെറിയ രീതിക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഒരു 4 ഇല 5 ഇലയൊക്കെ ഉണ്ടാവുള്ളൂ, അത്ര മാത്രം ഇട്ട് കൊടുത്താൽ മതിയേ. അടുത്തത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ആയിരിക്കും കേട്ടോ ഈ ഒരു ഗ്രേവിക്ക്. അപ്പോൾ നിങ്ങൾ ദം ചെയ്യാതെ ചെയ്യുന്ന ഗ്രേവി ആയതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കേണ്ട, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നോക്കുക കേട്ടോ, ഉപ്പോ എരിവോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ എക്സ്ട്രാ ഇട്ട് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ച് കൊടുക്കുക. നന്നായിട്ട് സെറ്റായി വരട്ടെ. ഇപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രേവിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഈ ഒരു തിക്നെസ്സിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഇത്രക്ക് എന്തായാലും ഇരിക്കണം കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. അടുത്ത നമുക്ക് ബിരിയാണി റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 3 കപ്പ് അളവിൽ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന തലശ്ശേരി ദം ബിരിയാണി വെക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊതുവേ മലയാളി ബിരിയാണി ഈ ഒരു അരി കൊണ്ടാണ് കേട്ടോ വെച്ച് കാണാറുള്ളത്. അഥവാ നിങ്ങളുടെ കയ്യിൽ ബസ്മതി അരി ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, പക്ഷേ കൂടുതൽ ടേസ്റ്റ് കിട്ടുക ഈ ഒരു അരി വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ഫ്ലേവറാണല്ലോ ഈ ഒരു അരി.
ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം കളയാൻ വേണ്ടി വെക്കാം. ഇത് അരി ഞാൻ ഇപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ബിരിയാണി ഞാൻ ഈ ഒരു പാനിലാണ് വെക്കുന്നത്. നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. അടുത്തത് നമുക്ക് ഒരു സവാള ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ലാസ്റ്റ് ഈ റൈസ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരു 1ന്റെ പകുതിയൊക്കെ മതിയാവും. ഇനി ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എടുക്കുക കേട്ടോ. സവാള ഇത്രയും കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂം കൂടി ഇട്ട് കൊടുക്കുക. ഇത് കാഷ്യൂ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഗാർണിഷിങ്ങിനൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയിടുക. ഈ ഒരു കളറിൽ കോരിയിടുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി സമയം ഇരിക്കും തോറും കുറച്ചുകൂടി കളർ മാറി വരും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ ഒരു 2-3 പീസ് അളവിൽ പട്ട, പിന്നെ 2 സ്റ്റാർ, ഒരു 4-5 ഏലക്കായ, അതുപോലെ തന്നെ ഒരു 6 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്നതാണ് വലിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, ഫെന്നൽ സീഡ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വലിയ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. അടുത്തത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളോട് ദം ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു റൈസിന് ഭയങ്കര ടേസ്റ്റാണ് ദം ചെയ്ത പോലെ. അപ്പോൾ ഇതൊക്കെ ചേർക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ആ ഒരു സമയം വരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിവിടെ 3 കപ്പ് അരിയല്ലേ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് 6 കപ്പ് വെള്ളം വേണം. 1 കപ്പിന് 2 കപ്പ് എന്നുള്ള അളവിലാണ് ഞാൻ പൊതുവെ അരിക്ക് എടുക്കാറുള്ളത് ഈ ഒരു അരിക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 5.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ചിക്കൻ്റെ സ്റ്റോക്കിൽ 1/2 കപ്പ് അളവിൽ ബാക്കി വെക്കണം എന്നുള്ളത്. അത് നമുക്ക് ഈ ഒരു സമയത്ത് ഇതിൽ ചേർക്കണം. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1/2 കപ്പ് അളവിൽ സ്റ്റോക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചേർക്കുമ്പോൾ അത് നിർബന്ധമായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എപ്പോഴും ബിരിയാണി റൈസ് വെക്കുമ്പോൾ നമുക്ക് ഒരു പൊടിക്ക് ഉപ്പ് അധികമായിട്ട് കാണണം കേട്ടോ, എങ്കിലേ റൈസിൽ നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു മാനാളി ബിരിയാണിക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റമാണ് ക്യാരറ്റ്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് നിർബന്ധമായിട്ടും ചേർക്കണം. ഈ ഒരു ബിരിയാണിക്ക് നിർബന്ധമാണ് ക്യാരറ്റ് ചേർക്കൽ. അപ്പോൾ ഈ ചെറിയൊരു യെലോയിഷ് കളറൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു റൈസ് ആയിരിക്കും നമുക്ക് കിട്ടുക. നമ്മൾ വേറെ ഫുഡ് കളറും കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യില്ല. ഈ ക്യാരറ്റിൻ്റെ കളറും ഈ ഒരു സ്റ്റോക്കിൻ്റെ കളറൊക്കെ അടങ്ങിയിട്ടുള്ളൊരു കളറാണ്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ക്യാരറ്റ് ആദ്യം തന്നെ വാട്ടിയെടുക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. റൈസ് വേകുന്ന സമയം കൊണ്ട് തന്നെ ക്യാരറ്റും വെന്തോളും. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കുക. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതിപ്പം നമ്മുടെ വെള്ളം കണ്ടില്ല നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ചെക്ക് ചെയ്യണേ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ സ്ട്രെയിനറിൽ ഇട്ട് വെച്ച് കൊടുത്തിട്ടുള്ള അരി മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതാ ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓവർ വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കരുത്. ഈ ഒരു സമയത്ത് ഇത്രക്ക് വെള്ളം വേണം, എങ്കിലല്ലേ നമുക്ക് ഇനിയും വേവാനുണ്ടല്ലോ അരി, ബാക്കി ഈ ഒരു വെള്ളത്തിൽ കിടന്ന് വേവുള്ളൂ. അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് മുകൾ ഭാഗം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുക. പിന്നെ റൈസ് മിക്ക ആളുകൾക്കും ആക്കാനൊക്കെ അറിയാലോ, എന്നാലും ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടി അടച്ചു വെച്ച് കൊടുത്തിട്ട് മുഴുവനായിട്ട് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതാ ഇപ്പോൾ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, ഒട്ടും വെള്ളം കൂടിയിട്ടുള്ള കുറഞ്ഞിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ബിരിയാണിയൊക്കെ ഒരു 10 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമല്ലേ നമ്മൾ സെർവ് ചെയ്യുള്ളൂ അല്ലേ.
അപ്പോൾ നമ്മുടെ ബിരിയാണി സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. നല്ല സെറ്റായി വന്നിട്ട് നിങ്ങൾക്ക് കളർ കാണുമ്പോൾ മനസ്സിലാവും ചെറിയൊരു ക്യാരറ്റിൻ്റെ ഒക്കെ കളർ വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതുപോലൊരു ബൗൾ എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളി അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുക, കുറച്ച് ഗാർണിഷിന് മാത്രമായിട്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബൗളിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോക്കൊക്കെ വേണ്ടി ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായ രീതിക്ക് ചെയ്ത് തരണമല്ലോ, അതുകൊണ്ട് മാത്രമാണ്. അതാ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ റൈസ് സെപ്പറേറ്റ് ആദ്യം തന്നെ സെർവ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗ്രേവി ഉണ്ടല്ലോ, മസാല, അത് ഇതുപോലെ സൈഡിലിട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്നിച്ച് കഴിക്കാനായിട്ടോ ചെയ്യുക. അല്ലാതെ ഒന്നിച്ച് മിക്സ് ചെയ്യുന്നില്ല ഈ ഒരു ബിരിയാണി. അതുപോലെ തന്നെ നമ്മളെ പെരുന്നാളൊക്കെ ആവാനായല്ലോ, അടുത്താഴ്ച പെരുന്നാളൊക്കെയാണ്. അപ്പോൾ പെരുന്നാളിനൊക്കെ ഇടയ്ക്കൊരു വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ റൈസാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്യണം ഇപ്രാവശ്യത്തെ പെരുന്നാളിന്. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ഫോട്ടോസൊക്കെ അയച്ചു തരിക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.